Hi friends, welcome to Spoken English class. We'll now discuss the usage of present perfect tense. We can use present perfect tense to tell past events which are relevant today. ഇന്നും പ്രസക്തിയുള്ള മുൻപ് സംഭവിച്ച അഥവാ ചെയ്ത കാര്യങ്ങൾ പറയുവാൻ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. Present perfect tense is formed using the supporting verb have or has along with the past participle of the verbs. Supporting verb have അഥവാ hasഉം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉപയോഗിച്ചാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് രൂപീകരിക്കുന്നത്. We must use have with plural subjects, the subject I and the subject you. Plural subjectsന്റെ കൂടെയും I എന്ന സബ്ജക്റ്റിന്റെ കൂടെയും you എന്ന സബ്ജക്റ്റിന്റെ കൂടെയും have ഉപയോഗിക്കണം. We must use has with singular subjects. Singular subjectsന്റെ കൂടെ has ഉപയോഗിക്കണം. Format: plural subject plus have plus past participle. Singular subject plus has plus past participle. I plus have plus past participle. You plus have plus past participle. I have visited Delhi. ഞാൻ ഡൽഹി സന്ദർശിച്ചിട്ടുണ്ട്. I haven't visited Delhi. ഞാൻ ഡൽഹി സന്ദർശിച്ചിട്ടില്ല. I have seen Taj Mahal. ഞാൻ താജ്മഹൽ കണ്ടിട്ടുണ്ട്. I haven't seen Taj Mahal. ഞാൻ താജ്മഹൽ കണ്ടിട്ടില്ല. I have done this before. ഞാൻ ഇത് മുൻപ് ചെയ്തിട്ടുണ്ട്. I haven't done this before. ഞാൻ ഇത് മുൻപ് ചെയ്തിട്ടില്ല. I have met him. ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. I haven't met him. ഞാൻ അവനെ കണ്ടിട്ടില്ല. I have read Ramayan. ഞാൻ രാമായണം വായിച്ചിട്ടുണ്ട്. I haven't read Ramayan. ഞാൻ രാമായണം വായിച്ചിട്ടില്ല. I have read this book. ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടുണ്ട്. I haven't read this book. ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടില്ല. I have seen him. ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. I haven't seen him. ഞാൻ അവനെ കണ്ടിട്ടില്ല. I have invited him. ഞാൻ അയാളെ ക്ഷണിച്ചിട്ടുണ്ട്. I haven't invited him. ഞാൻ അയാളെ ക്ഷണിച്ചിട്ടില്ല. I have gone abroad. ഞാൻ വിദേശത്ത് പോയിട്ടുണ്ട്. I have not gone abroad. ഞാൻ വിദേശത്ത് പോയിട്ടില്ല. I have taught maths. ഞാൻ മാത്സ് പഠിപ്പിച്ചിട്ടുണ്ട്. I haven't taught maths. ഞാൻ മാത്സ് പഠിപ്പിച്ചിട്ടില്ല. I have traveled by plane. ഞാൻ പ്ലെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. I haven't traveled by plane. ഞാൻ പ്ലെയിനിൽ യാത്ര ചെയ്തിട്ടില്ല. Have you visited Delhi? നീ ഡൽഹി സന്ദർശിച്ചിട്ടുണ്ടോ? Have you seen Taj Mahal? നീ താജ്മഹൽ കണ്ടിട്ടുണ്ടോ? Have you read Ramayan? നീ രാമായണം വായിച്ചിട്ടുണ്ടോ? Have you seen him? നീ അവനെ കണ്ടിട്ടുണ്ടോ? Have you gone abroad? നിങ്ങൾ വിദേശത്ത് പോയിട്ടുണ്ടോ? Have you taught maths? നീ മാത്സ് പഠിപ്പിച്ചിട്ടുണ്ടോ? We have met before. നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്. We haven't met before. നമ്മൾ മുൻപ് കണ്ടിട്ടില്ല. We have read Bible. ഞങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ട്. We haven't read Bible. ഞങ്ങൾ ബൈബിൾ വായിച്ചിട്ടില്ല. We have seen Taj Mahal. ഞങ്ങൾ താജ്മഹൽ കണ്ടിട്ടുണ്ട്. We haven't seen Taj Mahal. ഞങ്ങൾ താജ്മഹൽ കണ്ടിട്ടില്ല. We have gone abroad. ഞങ്ങൾ വിദേശത്ത് പോയിട്ടുണ്ട്. We haven't gone abroad. ഞങ്ങൾ വിദേശത്ത് പോയിട്ടില്ല. They have gone abroad. അവർ വിദേശത്ത് പോയിട്ടുണ്ട്. They haven't gone abroad. അവർ വിദേശത്ത് പോയിട്ടില്ല. They have traveled by plane. അവർ പ്ലെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. They haven't traveled by plane.
അവർ പ്ലെയിനിൽ യാത്ര ചെയ്തിട്ടില്ല. He has gone abroad. അവൻ വിദേശത്ത് പോയിട്ടുണ്ട്. He hasn't gone abroad. അവൻ വിദേശത്ത് പോയിട്ടില്ല. He has visited Mumbai. അവൻ മുംബൈ സന്ദർശിച്ചിട്ടുണ്ട്. He hasn't visited Mumbai. അവൻ മുംബൈ സന്ദർശിച്ചിട്ടില്ല. She has read Ramayan. അവൾ രാമായണം വായിച്ചിട്ടുണ്ട്. She hasn't read Bible. അവൾ ബൈബിൾ വായിച്ചിട്ടില്ല. She has seen Taj Mahal. അവൾ താജ്മഹൽ കണ്ടിട്ടുണ്ട്. She hasn't seen Taj Mahal. അവൾ താജ്മഹൽ കണ്ടിട്ടില്ല. Dia has gone abroad. ദിയ വിദേശത്ത് പോയിട്ടുണ്ട്. Jones has travelled by plane. ജോൺസ് പ്ലെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. Anju has not taught maths. അഞ്ജു മാത്സ് പഠിപ്പിച്ചിട്ടില്ല. How many books have you written? നീ എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്? I have written 2 books. ഞാൻ 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. I have not written any books. ഞാൻ ഒരു പുസ്തകവും എഴുതിയിട്ടില്ല. Sometimes we can use simple past or present perfect to tell past activities. For example, I learned dance or I have learned dance. I did BTech or I have done BTech. ഞാൻ ബിടെക് ചെയ്തു അഥവാ ഞാൻ ബിടെക് ചെയ്തിട്ടുണ്ട്. I learned Sanskrit or I have learned Sanskrit. ഞാൻ സംസ്കൃതം പഠിച്ചു അഥവാ ഞാൻ സംസ്കൃതം പഠിച്ചിട്ടുണ്ട്. He has just gone out or he just went out. അവൻ ഇപ്പോൾ പുറത്തു പോയതേ ഉള്ളൂ. He has just come back from his office or he just came back from his office. അയാൾ ഇപ്പോൾ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നതേ ഉള്ളൂ. I have just finished my lunch or I just finished my lunch. ഞാൻ ഇപ്പോൾ ലഞ്ച് കഴിച്ചതേ ഉള്ളൂ. I have seen Taj Mahal. I saw Taj Mahal last year. I have seen Taj Mahal last year. This usage is not correct. We cannot use any time phrase with present perfect. In that case, we must use the simple past. I have tasted Chinese food. I had Chinese food last night. It is not correct to say, I have tasted Chinese food last night. We must say, I had Chinese food last night. Correct the following sentences. I have seen Taj Mahal last year. I am playing since morning. I played cricket every day. Please post your answers in the comment box. Thanks very much for watching this video. Please like, share and subscribe to my channel. For more similar videos, please visit my YouTube channel. PDF files of the lessons are available in the folder English. The link has been shared in the description below. For any clarification or doubts, you can contact me on my phone. Thank you.